ഞാൻ എൻ്റെ നിലപാട് 2017 തന്നെ പറഞ്ഞത് പത്രത്തിൽ നിങ്ങൾ നോക്കിയാൽ മതി. ടൈംസ് ഓഫ് ഇന്ത്യയിലുണ്ട്. ഞാൻ വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിരാശ ഇത് കോടതി വിധിയാണല്ലോ. കോടതി വിധിയിൽ പലപ്പോഴും പല വിധികളിലും നമുക്ക് നിരാശയുണ്ടാവും, നമുക്ക് സന്തോഷമുണ്ടാവും. കാരണം ഇതൊരു എന്താ പറയുക, ഇപ്പോഴും വിധിയുടെ പൂർണ്ണ എന്താ പറയുക വിധിപ്പകർപ്പ് അല്ലേ, അത് പുറത്തു വന്നിട്ടില്ല. അത് 12-ാം തീയതി വരുള്ളൂ. അത് വരുന്നത് വരെ നമ്മൾ ഈ കോടതി വിധി അംഗീകരിച്ചേ പറ്റൂ. എൻ്റേതായ മനസ്സിലെ സങ്കല്പത്തിലുള്ള കോടതി ഇതൊന്നുമല്ല, അത് പോട്ടെ. പക്ഷെ ഇപ്പോൾ നിലവിലുള്ള ഭൗതിക സാഹചര്യത്തിൽ ഒരു ഇന്ത്യൻ പൗരനുള്ളിലേക്ക് ഇങ്ങനൊരു കോടതി വിധി വന്നു. അപ്പോൾ വിധിയെ നമ്മൾ അംഗീകരിക്കുന്നു. ഇനിയിപ്പോൾ അപ്പീൽ പോകാനവർക്ക് സമയമുണ്ട്. പിന്നെ ഇനിയും കോടതികളുണ്ട്, ഹൈക്കോടതി ഉണ്ട്, ഡിവിഷൻ ബെഞ്ചുണ്ട്, സുപ്രീം കോടതി ഉണ്ട്. ഈ അപ്പീൽ പോകാനുള്ള തീരുമാനം വിമർശിക്കപ്പെടേണ്ടതുണ്ടോ? അല്ല, അത് അവർക്ക് അവകാശപ്പെട്ടതല്ലേ, അർഹതപ്പെട്ടതല്ലേ. ആർക്കും അങ്ങനെ ഒരു വിധിക്കെതിരെ അപ്പീൽ പോകാലോ. സർക്കാർ അപ്പീൽ പോയതിനെതിരെ ചില വിമർശനമൊക്കെ വരുന്നു. സർക്കാർ അപ്പീൽ പോകണ്ടെന്നോ? പോയതിനെതിരെ എനിക്കങ്ങനെ വിമർശനമൊന്നുമില്ല. ഗൂഢാലോചനയുണ്ടെന്ന് ദിലീപ് പറയുന്നു. അത് പോലീസ് ക്രിമിനൽ സംഘമായി പ്രവർത്തിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉയരുന്നു. എന്താണ് ശരിക്കും അതിനെക്കുറിച്ച് തോന്നുന്നത്? ദിലീപ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിലീപിന് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ശരിക്കും അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ദിലീപ് അയാളെ 85 ദിവസം ജയിലിലിട്ടതിനെതിരെ അല്ലെങ്കിൽ ആ ഒരു നടപടിക്കെതിരെ കേസിന് പോകേണ്ടതാണ്. അല്ല, അങ്ങനെ പോകണമെന്നേ പറഞ്ഞു. പോയിട്ട് വേണം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അതിന് അംഗീകരിക്കുന്ന വരിയാവില്ലേ. ഇത് പകൽ പോലെ വ്യക്തമായ കുറേ കാര്യങ്ങളുണ്ടല്ലോ. നേരിട്ട് പല ഈ നടിയുടെ അനുഭവങ്ങൾ പലരും കേട്ടവരുണ്ട്, സിനിമാ മേഖലയിൽ തന്നെ ആളുകളുണ്ട്. അപ്പം അവരൊക്കെ അങ്ങനെ കേട്ട് അനുഭവിച്ച ആളെന്നുള്ളവർക്ക് ഇതൊരു വിധിയെ ഒരു ആ രീതിയിൽ നമുക്ക് അങ്ങനെ സ്വീകരിക്കാൻ പറ്റുന്നതാണോ? വ്യക്തിപരമായി താങ്കൾക്ക് നിരാശയാണോ അതോ? വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നില്ല. അത് ഇത് ഒരു വ്യക്തിയോടല്ലല്ലോ ഞാൻ പറയുന്നത്, മൊത്തം ലോകത്തിനോടല്ലേ. അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഞാൻ അടുപ്പമുള്ളവരായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നിരാശയാണോ ആശയാണോ എന്നൊക്കെ ചോദിച്ചാൽ എല്ലാവരും പറയും അതിജീവിതയ്ക്കൊപ്പം എന്ന്. അങ്ങനത്തെ ഒരു ക്ലീഷേ ഡയലോഗ് ഞാൻ നിൽക്കുന്നില്ല, മനസ്സിലായില്ലേ. അങ്ങനെ പറയുന്നവർ തന്നെ ഉള്ള ആൾക്കാരുടെ നിലപാട് നിങ്ങൾക്കൊക്കെ അറിയില്ല. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല.